ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും എജുപോർട്ടിലേക്ക് സ്വാഗതം. നമ്മളെ +2 മക്കളെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും കുട്ടികൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, സാറാ മാപ്പ് ക്വസ്റ്റ്യൻ അല്ലേ. എന്തായാലും 4 മാർക്കിനാണെങ്കിലോ മാപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളിൽ ചോദിച്ചത് വെച്ചിട്ടൊക്കെ നമുക്ക് നാളെ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുക. ഒന്നല്ല, നമ്മൾ ഒരു 2-3 നോക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം മക്കൾ. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡ് എന്നുള്ള ഭാഗമില്ലേ, നമ്മളെ രാജ്മഹൽ കുന്നുകളും അതുപോലെ തന്നെ സാന്താൾ വിഭാഗങ്ങളുടെ ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നോക്കണം, ഈ രാജ്മഹൽ കുന്നുകൾ എവിടെയാണെന്ന് നോക്കണം. രാജ്മഹൽ കുന്നുകൾ മക്കളെ ഏകദേശം നമ്മുടെ ബംഗാളിലായിട്ടാണ് ഏത് വരുന്നത്, രാജ്മഹൽ. അപ്പോൾ അത് നമ്മൾ നോക്കിക്കണം. ഇത് ബംഗാളല്ല, നമ്മുടെ ബംഗാളിൻ്റെ മുകളിലായിട്ടാണ് എന്ത് വരുന്നത്, ഈ രാജ്മഹലിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം അത് ബംഗാളും നോക്കി വെക്കണം. പിന്നെ ഈ മുംബൈ ചെന്നൈ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. കാരണം മുംബൈയിലാണ് എന്ത് വരുന്നത്, ഡെക്കാൻ. റൈറ്റ് വാരി പഠിച്ചിട്ടില്ല മക്കളെ, റൈറ്റ് വാരി. അപ്പോൾ അതെന്ത് ചെയ്യണടാ, നോക്കി വെക്കണം കേട്ടോ. മുംബൈ ഒന്ന് നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ചെന്നൈ അധികം അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ എന്നാലും എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നോക്കിയാൽ മതി. മുംബൈ നോക്കണം മക്കളെ. മഹാരാഷ്ട്രയിലാണ് ഏത്, മുംബൈ. അപ്പം മുംബൈ വരാൻ കാരണം അവിടെ ഡെക്കാൻ പഠിച്ചിട്ടില്ല, ഡെക്കാനിലാണ് റൈറ്റ് വാരി ഉള്ളത്, അത് നോക്കണം. പിന്നെ ബംഗാളും രാജ്മഹലും അത് നിർബന്ധമാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ആ ഭാഗമാണ് ചോദിക്കുക. നോക്കാം അടുത്ത മാപ്പ് ക്വസ്റ്റ്യൻ മക്കളെ. ഞാൻ നമ്പറൊക്കെ ഇട്ടെന്നിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന് വെച്ചാൽ മക്കളെ, നമ്മൾ ഈ വിജയനഗരം എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ, വിജയനഗരം എംപയറിനെ പറ്റിയിട്ട്. എന്ന് വെച്ചാൽ ദക്ഷിണ ഭാഗത്ത്, സൗത്ത് ഇന്ത്യൻ ഭാഗത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം, അവിടെ തഞ്ചാവൂർ ഉണ്ട് ഇല്ലേ, അവിടുത്തെ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ മക്കളെ. അവിടെ ഏകദേശം ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്താണ് ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുന്നത് അല്ലേ. ഒരുപാട് ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. ബിഡാപ്പൂർ, ബീജാപ്പൂർ അല്ലേ, അങ്ങനെ റായ്ചൂർ, ഇങ്ങനെ കുറേ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഒന്നാമത്തത് ഏതായിരുന്നു, തഞ്ചാവൂരാണ്. തഞ്ചാവൂർ എവിടെയാണ് മക്കളെ, ഇതാ കണ്ടോ, ഏകദേശം കേരളത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണ് ഏത് വരുന്നത്, തഞ്ചാവൂർ വരുന്നത്. കേരളത്തിൻ്റെ ബോർഡറിലുള്ള സ്റ്റേറ്റിൽ തന്നെയാണ് തഞ്ചാവൂർ. ഞാൻ നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. അടുത്തായത് മൈസൂർ അധികം ഇമ്പോർട്ടൻ്റ് അല്ല, അധികം നോക്കണ്ട. ഇനി മധുരൈ മൂന്നാമത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, മധുരയാണ് മക്കളെ, 3 ഇട്ട് തന്നിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ 4 കാഞ്ചീപുരം നോക്കണം. 6 അതുപോലെ തന്നെ 6 ഏത് നോക്കണം, വിജയനഗരം നോക്കണം. 7 ഗോൽക്കൊണ്ട, ബീഡർ, ബീജാപ്പൂർ. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ മക്കളെ എക്സാക്ട് ലൊക്കേഷൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇതേപോലെ തന്നെ അതേ ഭാഗത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണ്ട, കുത്തെഴുതണം, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റായിട്ട് നോക്കിയാൽ മതി. പിന്നെ എല്ലാ പ്രാവശ്യവും ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഇതെന്ന് പറയുന്നത്, നമ്മുടെ ഈ 1857 റിവോൾട്ട്, ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർത്ത അല്ലെങ്കിൽ 1857 റിവോൾട്ടിലെ ആ ഒരു പ്രധാനപ്പെട്ട സൈറ്റുകൾ എപ്പോഴും മക്കളെ ചോദിക്കാറുള്ളതാണ്. നോക്കണേ മക്കളെ, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒന്ന് മീററ്റിലായിരുന്നു നമ്മുടെ 1857 റിവോൾട്ട് എന്ത് ചെയ്യുന്നത്, പൊട്ടിപ്പുറപ്പെടുന്നത്. 1857 റിവോൾട്ട് എന്ത് ചെയ്യുന്നത്, പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെയായിരുന്നു, മീററ്റിലായിരുന്നു പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ അത് നോക്കണേ മക്കളെ, മീററ്റിലായിരുന്നു. ഒന്നാമത്തേത് മീററ്റ്, ഉത്തർപ്രദേശിലായിരുന്നു ഈ മീററ്റ് എടുക്കുന്നത്. ഞാൻ നമ്പർ കറക്റ്റ് ഇട്ട് തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് ഡൽഹിയാണ്. ഡൽഹി പഠിക്കാനുണ്ട്, നാനാ സാഹിബിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയാനല്ലേ, ഡൽഹി പറയാണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി അല്ല ലാൽ ബഹദൂർ എന്ന് പറഞ്ഞാൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഇതിൻ്റെ 1857 റിവോൾട്ടിൻ്റെ നേതൃത്വം, അതൊക്കെ ഡൽഹി പറയാനുള്ളതാണ്. ലക്നൗ പറയണം, കാൺപൂർ, അവധ്. മക്കളെ അവധും ഝാൻസിയൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് നമ്പർ ഇട്ട് തന്നിട്ട് 1 2 3 4 5 6 7 അങ്ങനെ എന്ത് ചെയ്യണം, ആ സ്ഥലങ്ങൾ മക്കൾ എന്തായിരിക്കണം, നന്നായിട്ട് നോക്കിപ്പോണം. അടുത്ത ഭാഗങ്ങളാണ് മക്കളെ നമ്മുടെ ഗാന്ധിജിയുടെയും അതുപോലെ തന്നെ മൂവ്മെന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് മാപ്പ് ക്വസ്റ്റ്യൻ്റെ ആ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്. അഹമ്മദാബാദ് ചോദിക്കും. അതുപോലെ തന്നെ ചൗരി ചൗരൊക്കെ ഓർമ്മയില്ലേ, അവിടെ പോലീസുകാരെ തീയിട്ട സംഭവമൊക്കെ ഓർമ്മയില്ലേ. അപ്പോൾ അതെന്തായാലും നോക്കണം. അപ്പോൾ നോക്കണം, ചൗരി ചൗര മക്കളെ ഉത്തർപ്രദേശിലാണ്. അതുപോലെ തന്നെ ചമ്പാരൻ എവിടെയാണ്, ബീഹാറിലാണ് ചമ്പാരൻ. അതുപോലെ തന്നെ ദാണ്ടി അല്ലേ, ദണ്ഡി യാത്ര നടത്തിയ ഓർമ്മയുണ്ട്, സാൾട്ട് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട്. അതെവിടെയാണ്, നമ്മുടെ ഗുജറാത്തിലാണ് അല്ലേ, പശ്ചിമ തീരങ്ങളിലാണ് നടത്തിയിട്ടുണ്ടാവുക. അവിടെ തന്നെ ആയിരുന്നു ബർദോളി എന്തായിരുന്നു, ആശ്രമമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ഇല്ലേ, അതും എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് നോക്കണം. പിന്നെ മക്കളെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഓർമ്മയില്ലേ, ജാലിയൻ വാലാബാഗ് അമൃത്സറിൽ, എവിടെ, പഞ്ചാബിലായിരുന്നു ആ അമൃത്സർ എടുക്കുന്നത്. അപ്പം അത്രയും എന്തായിരിക്കണം, നിങ്ങൾ നോക്കിപ്പോണ്ട ഭാഗങ്ങളാണ്. ഓക്കെ അല്ലേ മക്കളെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എന്തായിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യണം, പഠിച്ച് പോകണം. കാരണം ഇതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ളതും കൂടി പഠിക്കണം. പക്ഷെ മക്കൾക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് അല്ലേ പറഞ്ഞു തരുന്നത്, ആ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു
മാപ്പ് ക്വസ്റ്റ്യനാണ് ഈ സംഭവങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ മാപ്പ് ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സാമിൻ്റെ ഹാളിൽ കയറി പോകുന്നതിന് മുമ്പ് മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് ടെക്സ്റ്റിലൊക്കെ നോക്കിയിട്ട്, കാരണം ഫോൺ വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ, പക്ഷേ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് അതൊന്ന് തലച്ചോറ്റിൽ വെച്ചിട്ട് അതെന്ത് ചെയ്യണം, സ്കൂളിൽ പോയിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടാവും, അതൊന്ന് നോക്കിയിട്ടായിരിക്കണം എക്സാം ഹാളിൽ കയറേണ്ടത്. അപ്പോൾ മാപ്പ് ക്വസ്റ്റ്യനിൽ ഒരു മാർക്ക് പോലും തെറ്റാതെ മക്കൾക്ക് എന്ത് ചെയ്യട്ടെ, എഴുതാൻ കഴിയട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ ബൈ.